അതിവേഗത്തിൽ വിവരവും വിജ്ഞാനവും പകർത്തപ്പെടുന്ന കാലമാണിത്. അതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡും ഈ കാലഘട്ടത്തിൽ വിലയേറിയതാണ്. ക്ഷണവേഗത്തിൽ ഉത്തരങ്ങൾ കൊണ്ട് ചോദ്യങ്ങളെ നേരിടുന്നവരുടെ മത്സരവേദിയിലേക്ക് സ്വാഗതം. ദിസ് ഈസ് AVT presents Asianet Photon Whiskey 2022 powered by Jos Alucas. AVT presents Asianet Photon Whiskey 2022 powered by Jos Alucas. ഇന്നു മുതൽ നമ്മൾ വിസ്കി 2022ന്റെ ക്വാർട്ടർ ഫൈനൽ റൗണ്ട്സ് ആരംഭിക്കുകയാണ്. കേരളത്തിലുടനീളമുള്ള ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ദ വെരി ബെസ്റ്റ് സ്കൂൾ ടീംസ് ആയിരിക്കും ഇന്നു മുതൽ ആരംഭിക്കുന്ന ക്വാർട്ടർ ഫൈനൽ റൗണ്ടിൽ തമ്മിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത്. ഇന്ന് നമുക്കിവിടെ 3 ടീംസ് ഉണ്ട്. ലെറ്റ്സ് വെൽക്കം ദം. ഓഡീഷൻ റൗണ്ടിലെ തീപാറുന്ന പോരാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. ക്വാർട്ടർ ഫൈനൽ റൗണ്ടിലെത്തുമ്പോൾ ഈ തീപാറുന്ന പോരാട്ടങ്ങളെ ആളിക്കത്തിക്കാനായിട്ട് നമുക്ക് ഒരു ക്വിസ് മാസ്റ്റർ ഉണ്ട്. ആരാണത്? ദ മോസ്റ്റ് ഡയറിംഗ് സൂപ്പർ കോപ്പ്, ദ വെരി റെസ്പെക്ട്ഫുൾ, ദ മോസ്റ്റ് ചാമിംഗ് former DGP of Kerala, Shri Rishiraj Singh IPS, with a great round of applause. Sir, please. Sir, welcome to Whiskey. പോലെ ഒരു പെൺകുട്ടി പോലെ അങ്ങനെയുള്ള എല്ലാ മലയാള ഫിലിമും നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നമ്മുടെ അടുത്ത കാലത്തിലെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും അവരുടെ സ്ട്രെസ്സും അവരുടെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് 10 വയസ്സ് മുതൽ 16 വയസ്സിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ അവർക്ക് സംബന്ധിച്ചുള്ള ഒരു നല്ല എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഇതുപോലുള്ള കൂടുതൽ TV ഷോകളും പിന്നെ സിനിമകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് അവർക്ക് എത്രത്തോളമായ സ്ട്രെസ്സും പിരിമുറുക്കവും നമുക്ക് കുറയ്ക്കാൻ സാധിക്കാമായിരുന്നു. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചുള്ള ഏതൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ ആ പ്രോഗ്രാമിൽ പോകാൻ എനിക്ക് ഇഷ്ടമാണ്. അല്ലാതെയും ഞാൻ എല്ലാ ദിവസവും ഇനിയും റിട്ടയർമെൻറ്റ് ശേഷവും 4 സ്കൂളിലാണ് എല്ലാ ദിവസവും ഞാൻ പോവുക. ഗ്രേറ്റ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഷോയ്ക്ക് വേണ്ടി ACB TV-കാർ എന്നോട് സമീപിച്ചു. അവർക്ക് അവിടെ വരാൻ സന്തോഷമുണ്ട്. സാർ, ഇപ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ ഉൾക്കൊണ്ട് ഞാൻ പറയട്ടെ, നമ്മളും വിസ്കി 2022ന്റെ ക്വാർട്ടർ ഫൈനൽ റൗണ്ടിൽ അമിതാഭ് ബച്ചൻ സാറിനെ പോലെ ഒരു ഫിഗറിനെയാണ് നമ്മൾ അന്വേഷിച്ചത്. ആ അന്വേഷണം ചെന്നെത്തിയത് സാറിൽ തന്നെയാണ്. നമ്മുടെ അമിതാഭ് ബച്ചനാണ് സാർ. ഇന്ന് 3 പുലിക്കുട്ടി സ്കൂൾ ടീംസാണ് ഓഡീഷൻ റൗണ്ടിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ക്വാർട്ടർ ഫൈനൽ റൗണ്ട്സിൽ എത്തിയിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് വിത്ത് ഭാരത് മാതാ HSS പാലക്കാട്. Mohammad Hafiz from class 12.
I am Anirudh Radhakrishnan from class 12. നെക്സ്റ്റ് അമൃത വിദ്യാലയം പേരൂർ കൊല്ലം. I am Arsha Gauriraj from class 9. I am Srinidhi Shankar from class 10. നെക്സ്റ്റ് മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ തിരുവല്ല. I am Kuryan K. Ajit from class 8. I am Navneet V. Kumar from class 11. സർ, ക്വാർട്ടർ ഫൈനൽ റൗണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ചെറിയ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ്. അപ്പോൾ കുട്ടികൾ, നമ്മൾ ക്വിസ് കളിക്കാൻ പോകുന്നു. എല്ലാം റെഡിയാണോ? ടെൻഷൻ ഉള്ളതുണ്ടോ? നന്നായിട്ട് പഠിച്ച് കാണും അല്ലേ? സോ നോ ടെൻഷൻ. സോ വി ക്യാൻ ഗോ അഹെഡ്. ഓക്കെ സ്റ്റുഡൻസ്, നമ്മുടെ ആദ്യത്തെ റൗണ്ടിലേക്ക് നമ്മൾ പോകുന്നു. ഹിയർ ദർ ആർ സർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻ വിച്ച് ഐ വിൽ ലൈക്ക് ടു എക്സ്പ്ലെയിൻ ടു യു. ഒന്നാമത്തെ, ഇതിൻ്റെ ഒരു അനഗ്രാം ഇവിടെ കാണിക്കാൻ പോകുന്നു സ്ക്രീനിൽ. അത് ഇവിടെ നന്നായിട്ട് കാണുക. ക്ലൂ ഇല്ലെങ്കിൽ താങ്കൾക്ക് മറുപടി തരാൻ പെട്ടെന്നാണെങ്കിൽ ഒരു 30 മാർക്സ് കിട്ടും. താങ്കൾക്ക് അതും ചിലപ്പോൾ മറുപടി തരാൻ കിട്ടിയില്ലെങ്കിൽ ഒരു ക്ലൂ ഞാൻ തരാം. ആ സമയത്ത് നിങ്ങൾ മറുപടി തന്നാൽ 20 മാർക്സ് കിട്ടും. ഇനിയും താങ്കൾക്ക് അത് ഉത്തരം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ രണ്ടാമത്തെ ക്ലൂ ഞാൻ തരാം. then you will get 10 points, right? And ഇത് ഒരു ബജർ റൗണ്ടാണ്. ആർക്കും വേണമെങ്കിൽ ബജർ അമർത്തിട്ട് അതിന് മറുപടി തരാം. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മുടെ തുടങ്ങുകയാണ്. റൗണ്ടിൻ്റെ പേരാണ് ടു ക്ലോസ് ടു വിൻ ഇറ്റ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, പ്ലീസ് ഹാവ് എ ലുക്ക് അറ്റ് ദ വോൾ. ഇത് അനഗ്രാമാണ്. Barack Obama. Barack Obama is correct answer. You got 30 points. അനഗ്രാമിനെ സംബന്ധിച്ച് ഇനിയും നിങ്ങൾ മനസ്സിലാക്കി കാണും. അതിനകത്ത് ഒരു വാക്കിൽ പേര്, നമ്മുടെ എല്ലാ വേർഡ്സ് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ അത് ജമ്പലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അവർ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ ക്ലൂ കിട്ടേണ്ടതാണ്. ഈ ലെവലിൽ, നിങ്ങളുടെ ഈ ലെവലിലൊക്കെ അത് കിട്ടാതെ ഇരിക്കുകയില്ല. അടുത്ത പ്രാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കാം. നേരത്തിലുള്ള അനഗ്രാം സംബന്ധിച്ച ചോദ്യം നിങ്ങൾ കേട്ടായിരുന്നു, നിങ്ങൾ മറുപടി പറഞ്ഞു. അതുപോലെയുള്ള ഒരു രണ്ടാമത്തെ ചോദ്യം അവിടെ വരാൻ പോകുന്നു. ഹാവ് എ ലുക്ക്. ആദ്യത്തെ ബജറ്റ് ചെയ്തതിന് മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ തിരുവല്ലാണ്. യെസ്, Dalai Lama. കറക്റ്റ് ആൻസർ. യു ഗോട്ട് ഫുൾ മാർക്സ്, 30 മാർക്സ്. കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യവും അതുപോലെ തന്നെയാണ്. വളരെ ശ്രദ്ധിച്ച് സ്ക്രീനിലേക്ക് നോക്കുക. യെസ്, മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ തിരുവല്ല. വീണ്ടും ബജറ്റ് അതിവിടെ അടിച്ചിരിക്കുന്നു. യെസ്,
Aung San Suu Kyi. Sorry, that is not the correct answer. നിങ്ങൾ അമൃത വിദ്യാലയവും നമ്മുടെ ബജറ്റ് അടിച്ചിരുന്നു. I was about to say the same answer. ഉത്തരം ശരിയല്ല. യെസ്, ഭാരത് മാതാ. Genghis Khan. Genghis Khan is the correct answer. Congratulations. Very good. Teams are doing very well. So you got the 30 marks. അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ സ്കൂളുകളുടെ മാർക്സ് ഞാൻ പറയാൻ പോകുന്നു. ആദ്യമായിട്ട് ഭാരത് മാതാ ഹയർ സെക്കൻഡറി സ്കൂൾ പാലക്കാട് 60 points. വെരി ഗുഡ്, ദേ ഹാവ് ഡൺ വെരി വെൽ. അമൃത വിദ്യാലയം പെരൂർ കൊല്ലം ഇതുവരെ മാർക്സ് ആയിട്ടില്ല. ഡോണ്ട് വറി, ഇനിയും ഒരുപാട് റൗണ്ട്സ് കിടപ്പുണ്ട്, അവിടെ മാർക്സ് കിട്ടിക്കോളും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. മൂന്നാമത്തെ മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ തിരുവല്ല 30 points. They are at present at second position. So overall kids നന്നായി പെർഫോം ചെയ്യുന്നു. Congratulations. Now we are going to the round 2. Around the world in 60 seconds. ഇവിടെ തങ്ങളെ കാണിക്കാൻ പോകുന്നത് 4 പ്രശസ്തനായ ലോകത്തിൻ്റെ സൈറ്റുകളോ ഇല്ലെങ്കിൽ ചിത്രങ്ങളാണ്. ഒരു സിറ്റി ആയാലും ചിലപ്പോൾ വേറെ ഒരു കാഴ്ചയിലുള്ള ഒരു സ്ഥലമായാലും അത് നിങ്ങൾ ഓരോ ചിത്രത്തിൻ്റെ 5 മാർക്സ് ഉണ്ടാവും. ആദ്യത്തെ കാണുക, ആദ്യത്തെ നിങ്ങൾക്ക് അത് ചിലപ്പോൾ തിരിച്ച് അറിയിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പാസ് പറയുക. അപ്പോൾ രണ്ടാമത് ചിത്രം ഞങ്ങൾ കാണിക്കും. യു ആർ റെഡി? ഓക്കെ. ആദ്യത്തെ ചോദ്യം നമ്മുടെ ഭാരത് മാതാ HSS സ്കൂളിലേക്കാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Bermuda Triangle. Bermuda Triangle. Yes. Yes, that is the correct answer. Swiss Alps. Correct. Mohenjo-daro. No. Tokyo. That is the correct answer. So you have done very well. You got 3 answers out of 4. So you got 15 points altogether. Congratulations. അപ്പോൾ ഇത് ഏതൊക്കെ ആയിരുന്നു താങ്കൾ കാണാൻ പറ്റാതെ നമുക്ക് നോക്കാം. ഇത് ബർമുഡ ട്രയാങ്കിൾ താങ്കളുടെ കറക്റ്റ് ആൻസർ ആയിരുന്നു. ഇത് ആൽപ്സ് മൗണ്ടൻ റേഞ്ചാണ്, മൊത്തം യൂറോപ്പിലാണ് ഉള്ളത്. യെസ്, ദിസ് ഈസ് നമ്മുടെ ഈജിപ്തിൻ്റെ ഒരു പഴയ ഒരു റാണിൻ്റെ ഒരു ടെമ്പിളാണ്, ഹാറ്റ് ഷാപ്പ് സൂട്ട്. അത് നമ്മുടെ 5000 വർഷം മുമ്പുള്ള ഒരു മരിച്ചുപോയ ഒരു റാണി, ഒരു ഫറോ, ഒരു സ്ത്രീ ഫറോ ആയിരുന്നു. അതിൻ്റെ ഒരു ടെമ്പിളാണ്. അത് താങ്കൾക്ക് കിട്ടാതെ പോയത്. ദിസ് ഈസ് ഓഫ് കോഴ്സ് Tokyo City. So very well done. You have done extremely well. അമൃത വിദ്യാലയം പെരൂരിലുള്ള കുട്ടികളോടാണ് ചോദ്യം. താങ്കളുടെ ചോദ്യം വരാൻ പോകുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Next question. Next. Kashmir. You have to tell the full name. Next question. Next. Really? Okay, next question.
Okay. No. ഓക്കെ. അപ്പോൾ അപ്പുറത്തെ വിദ്യാലയത്തിലുള്ള കുട്ടികൾക്ക് 4 നമ്മുടെ ചിത്രങ്ങൾ കാണിച്ചു. ഒന്നും നമ്മുടെ പറയാൻ പറ്റിയിട്ടില്ല. സാരമില്ല. നമ്മുടെ ഇനിയും അടുത്തുള്ള റൗണ്ടിലേക്ക് താങ്കളുടെ പെർഫോമൻസ് നോക്കാം. ഏതൊക്കെ ആയിരുന്നു അത് നമ്മുടെ പറഞ്ഞു തരാം. യെസ്, ഇത് നമ്മുടെ മൈസൂരിൻ്റെ ചാമുണ്ടേശ്വര ഹിൽസിൻ്റെ സ്ഥലമാണ്. ഇത് ചാമുണ്ടേശ്വരി ഹിൽസ്, മൈസൂർ, കർണാടകയിൽ. രണ്ടാമത്തെ ചിത്രം കശ്മീരിൽ നമ്മുടെ പ്രശസ്തനായ ഡൽ ലേക്കാണ് ഇത് നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ ഇത് പാകിസ്ഥാനിൽ അവരുടെ ഒരു നാൽട്ടാർ വേലിയാണ്. അതിൻ്റെ പ്രത്യേകത പറയുന്നത് ഒരു പല തരത്തിലാണ് അതിൻ്റെ വെള്ളം നമ്മൾ ഗ്രീനായിട്ടും കാണുക, പിന്നെ പഴയ ഒരു നമ്മൾ പിങ്കായിട്ടും കാണുക. ഒരു ഒത്തിരി കളർഫുള്ളായ ഒരു നമ്മുടെ വേലി ലോകത്തിൽ വളരെ കുറവാണ്. പിന്നെ നാലാമത്തെ നമ്മുടെ ഇത് ഒരു ഫയർ ടെമ്പിളാണ്, പാർസീസിൻ്റെ. സോ ദീസ് വർ ദ 4 questions. I am afraid answers could not be given. That is not a problem. നമ്മൾ ഇനിയും അടുത്ത് വരാൻ പോലുള്ള റൗണ്ട്സിലേക്ക് ഒന്ന് കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി. അടുത്തത് നമ്മൾ ചോദിക്കാൻ പോകുന്നത് നമ്മുടെ മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ കുട്ടികളോടാണ്. സെയിം തരത്തിലുള്ള ചോദ്യങ്ങളാണ്. Please have a look at the screen. Your time starts now. Any clue? Jordan, No, I'm afraid. Damascus, No, Jerusalem, I am afraid. No. Pass. Okay. Baghdad, No. Jerusalem, No, I'm afraid. pass. Kapad, Kozhikode, Kapad Beach. Yes, Kapad Beach. So that was the 4th. Pass. This is the correct answer. That is the Kapad Beach where the Vasco da Gama. Petra. ടൈം ഈസ് ഓവർ. അപ്പോൾ താങ്കൾക്ക് 4 പിക്ചേഴ്സ് അവിടെ കാണിച്ചിരുന്നു. അതിനകത്ത് ഒരു പിക്ചറാണ് നിങ്ങൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്. ബാക്കി 3 താങ്കൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഏതൊക്കെ ആയിരുന്നു താങ്കൾക്ക് കാണാൻ പറ്റാതെ നമുക്ക് നോക്കാം. ആദ്യത്തെ ഇതാണ് നമ്മുടെ ഇറാഖ് കർബല, ദ പിൽഗ്രിമേജ് സൈറ്റ് ഫോർ ഷിയ മുസ്ലിംസ്. ഇറാഖിൽ കർബല പറഞ്ഞ സ്ഥലമാണ്. കർബല ഒരു സിറ്റിയാണ്. ഷിയ മുസ്ലിംസിൻ്റെ ഏറ്റവും നമ്മുടെ പ്രശസ്തനായ ഒരു റിലീജിയസ് സെൻറ്ററാണ്. രണ്ടാമത്തേത് ടെമ്പിൾ മൗണ്ട്, അത് അൽ മോസ്ക് കമ്പൗണ്ട് ഇസ്രായേലിലാണ്. Jerusalem, ആഗ്രഹം നോ, ജെറൂസലം ഒരു വേറെ സ്ഥലമാണ്. ഇസ്രായേൽ ജെറൂസലമിൽ പല സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമ്മൾക്ക് ഒരു പിൻ പോയിന്റ് ചെയ്തിട്ട് പറയാനേ പാടുള്ളൂ. ഈ മോസ്കും ജൂയിഷ് ടെമ്പിളും എല്ലാം ജെറുസലേമിന്റെ അകത്ത് തന്നെയല്ലേ ലൊക്കേറ്റഡ്? ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ ഈ മറുപടി നമ്മുടെ ഇപ്പോൾ കാണിച്ചതിൻ്റെ നമ്മൾ അതിൻ്റെ ഒരു കറക്റ്റ് പേര് മാത്രം കിട്ടിയാലേ നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. യെസ്, നെക്സ്റ്റ് താങ്കളോട് കറക്റ്റ് ആയിരുന്നു. നമ്മുടെ വാസ്കോ ഡി ഗാമ അതോ ഏത് വർഷത്തിലുണ്ടായിരുന്ന വല്ല ഓർമ്മ ഉണ്ടോ? 1498. ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. 6 വർഷം മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു ലോകത്തിൽ. അത് എന്നായിരുന്നു വല്ല ഓർമ്മ ഉണ്ടോ? 1492 വേറെ ഒരു സ്ഥലം അന്നത്തെ ആളുകളെ കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നു. യെസ്, കറക്റ്റ്. ദാറ്റ് വാസ് ദി ഡിസ്കവറി ഓഫ് അമേരിക്ക ബൈ കൊളംബസ്. ഇത് അവസാനത്തെ താങ്കളുടെ ചോദ്യമായിരുന്നു. ദാറ്റ് ഈസ് ബാമിയാൻ, അഫ്ഗാനിസ്ഥാൻ. ബാമിയാൻ എന്ന് പറഞ്ഞാണെങ്കിൽ പണ്ട് ഒരു 10th സെഞ്ച്വറിയിൽ നമ്മുടെ ബൗദ്ധ റിലീജിയൻ അഫ്ഗാനിസ്ഥാനിലായിരുന്നു. അവർ ഉണ്ടാക്കിയ കുറേ നമ്മുടെ സ്കൾപ്ചേഴ്സാണ്. അതിനകത്താണ് നിങ്ങൾ ബാമിയാമിലും ബൗദ്ധ റിലീജിയനെ സംബന്ധിച്ചുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സ് അവിടെ ഉണ്ടായിട്ടുണ്ട്.
So that completes the second round, and the marks which you have got are Bharat Mata Higher Secondary School 75 points. Congratulations. Big clap. You are running at position number 1 till now. Amartha Vidyalayam, I am afraid ഇതുവരെ ഒരു പോയിന്റ് കിട്ടിയിട്ടില്ല, പക്ഷെ സാരമില്ല, ഇനിയും നമ്മുടെ കുറേ റൗണ്ട്സ് നമ്മൾ കളിക്കാൻ പോകുന്നു. ആൻഡ് മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ തിരുവല്ല 35 points. Congratulations, you have done extremely well. പാർട്ടിസിപ്പൻസ്, നമ്മളിപ്പോൾ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കിടക്കുന്നു. അതിനകത്ത് അതിൻ്റെ പേര് വളരെ രസകരമായ പേരാണ് മനച്ചിത്ര താഴെ. മനച്ചിത്ര താഴെ ചേർത്തും നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഒരു സബ്ജക്റ്റ് താങ്കളോട് പറയും. ആ സബ്ജക്റ്റ് ഈ ടീമിലെ നമ്മുടെ രണ്ടാളിലെ ഏതാളാണ് നന്നായിട്ട് വരക്കാൻ അറിയുക, ആ ആളവിടെ വരിക, അതവിടെ വരക്കുക. ഇത് വരക്കുമ്പോൾ നിങ്ങൾ ആ മറ്റേ ആൾ അത് ഗസ് ചെയ്യണം. അതിനകത്ത് താങ്കൾക്ക് തല അങ്ങനെ നോട്ട് ചെയ്യാം, പക്ഷേ സംസാരിക്കാതെ നമുക്ക് പാടില്ല. ക്ലിയറായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ടീം ഭാരത് മാത HSS സ്കൂളിൽ നിന്നുള്ള കുട്ടികളെ ആരാണ് നന്നായിട്ട് വരക്കുന്നത് ഇയാളെ ഞാനിവിടെ പറയാൻ ക്ഷണിക്കുന്നു. ഹാഫിസ് ആണ് വരക്കുന്നത്. പ്ലീസ് കം. If you are ready, so your time starts now. Corona. Mahatma Gandhi, freedom fighter. Nehru, Subhash Chandra Bose, Lal Bahadur Shastri, Rajendra Prasad, Sarvepalli Radhakrishnan. Bhagat Singh. Correct. That is the correct answer. That was told very well. And congratulations, you got, the team gets 20 points. Okay, well done. സോ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ടീമിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടു, നന്നായിരുന്നു, അവർക്ക് അത് കണ്ടുപിടിക്കാൻ സാധിച്ചു. രണ്ടാമത്തെ ടീം നമ്മൾ അമൃത വിദ്യാലയത്തിലേക്ക് നമ്മൾ പോകുന്നു. അതിനകത്ത് ഏതാണ് നന്നായിട്ട് വർക്കുന്നത് ആ കുട്ടി ഇവിടെ വരും. She is going to draw a picture and your time starts now. കുറച്ച് പറയൂ കൂടി. Monument. Mosque. No. Temple. No. Buildings ആണോ? ഇന്ത്യയിൽ ആണോ? Very good. Yes. Carry on. Museum. No. You have 18 seconds. Five seconds left. Your time is up. Sorry, അവർക്ക് പറയാനുള്ള മറുപടി പറയാൻ പറ്റിയിട്ടില്ല. എന്താണ് നിങ്ങൾ വരയ്ക്കാൻ ഇവിടെ ഉദ്ദേശിച്ചത്? നിങ്ങൾ വേറെ എന്തെങ്കിലും ഗ്യാസ് ബാക്കി ഉണ്ടായിരുന്നോ? എന്താ ഇത്, ഒരു മോണുമെന്റ് ആണോ? I tried to നിങ്ങൾ draw ഉദ്ദേശിക്കുന്നത്? the parliament. നിങ്ങൾ ഉദ്ദേശിച്ചത് പാർലമെന്റ് ബിൽഡിംഗ് ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തുമായിരിക്കും ആൻസർ? Everybody else? Yes? It's Delhi, right? Correct. That's the correct answer. New Delhi. So it was a little bit difficult question. സാരമില്ല. ഇനിയും നമ്മൾ ചോദിക്കാൻ പോകുന്നത് മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ തിരുവല്ല കുട്ടികളോടാണ്.
അപ്പോൾ ആരാണ് താങ്കളുടെ തമിഴ് നന്നായിട്ട് വർക്കുള്ള ആൾ? പ്ലീസ് കം ഹിയർ. Navneet Vikumar. Please come. Your time starts now. മോസിൻ റാം, ചിറാപൂഞ്ചി. Correct answer. He has given a correct answer. Congratulations to the Malthoma Residential School participants, and thus you get 20 marks. So after the completion of 3 rounds, well, let us have what are the scores. Bharat Mata HSS Palakkad School total marks 95. You have done very well. You are still ahead in the race. Secondly, Amrita Vidyalayam Perur Kollam. ഇതുവരെ മാർക്സ് കിട്ടിയിട്ടില്ല, സാരമില്ല. നമുക്ക് ഇനിയും നമ്മുടെ കുറേ ക്വിസ് മത്സരങ്ങൾ നമ്മൾ ഇവിടെ കളിക്കാൻ പോകുന്നു, അതിനകത്ത് കിട്ടുമായിരിക്കും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. പിന്നെ മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ തിരുവല്ല 55 മാർക്സ്, ആൻഡ് നൗ ദേ ആർ അറ്റ് നമ്പർ 2 പ്ലേസ്. So the fourth round is the boomerang round. അതിനകത്ത് ഇതിനെ ചോദിക്കാനുള്ള രീതി കുറച്ച് വ്യത്യസ്തമായിട്ടാണ്, അതൊന്ന് മനസ്സിലാക്കണം. ഒരു ടീമിനോട് ഞാൻ 3 ഓപ്ഷൻ തരുന്നു. ആ ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ നിങ്ങൾ എടുക്കുക. അതിന് മേലിലാണ് നിങ്ങൾ മറുപടി പറയാൻ പോകുന്നത്. നിങ്ങൾ അതിന് പേര് പറഞ്ഞാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കാൻ പോകുന്നു. അവർ അത് ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഞാൻ താങ്കളോട് ചോദിക്കാൻ പോകുന്നു. ശരിയായ ഉത്തരമുണ്ടെങ്കിൽ 20 മാർക്സ് കിട്ടും. പക്ഷേ ഒരു തെറ്റായ ആൻസർ ഉണ്ടെങ്കിൽ 10 മാർക്സ് കുറയും. നെഗറ്റീവ് മാർക്കിംഗ് ഈസ് ആപ്ലിക്കബിൾ ഹിയർ. ഇതിനകത്ത് താങ്കൾക്ക് ഇതിൻ്റെ സമയാവധിയൊന്നുമില്ല. ഏകദേശം ഒരു ആവശ്യത്തിൻ്റെ സമയമുണ്ട്. ഗ്യാസ് വേണമെങ്കിൽ 1-2 ഗ്യാസും താങ്കൾക്ക് വേണമെങ്കിൽ പറയാം. സോ ആർ യു റെഡി ഫോർ ദാറ്റ്? ആദ്യത്തെ നമ്മുടെ ഭാരത് മാത HSS സ്കൂള് ആണ്. നമ്മുടെ നെയിം, പ്ലേസ് ഓർ ആനിമൽ, ഈ 3 ഏത് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്? നെയിം. ഓക്കെ. അപ്പോൾ നെയിമിനാണ് ഞാൻ നമ്മുടെ അമൃത വിദ്യാലയത്തിലുള്ള കുട്ടികളോട് ആ ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് വുമൻ നാഷണൽ, the women team's captain's name? What is the name of women's captain of Mithali Raj. അത് ശരിയായ ആൻസർ അല്ല. Harmanpreet Kaur. Correct. That is the correct answer. Finally, അമൃത വിദ്യാലയം ആദ്യത്തെ ഒരു കറക്റ്റായ മറുപടി ഇന്ന് രാവിലെ മുതൽ പറഞ്ഞു. They got 20 points. Congratulations. Correct answer is Harmanpreet Kaur. Are you ready to select the name for the Marthoma Residential School people? Okay. So what do you select? Name, place or animal? Animal. Okay. Question is to Marthoma Residential School Tiruvalla. How many tigers are left in the world? How many tigers are left in the world? Do we have to say the exact number or? You say something. We will decide. You say. ഒന്ന് രണ്ട് ഗസ് വേണമെങ്കിൽ പറയാം. 1008. That is, I'm afraid, not the correct answer. You are nowhere near to the correct answer. One more try. 208. 208. Well, both the answers are not correct. I am sorry. The correct answer is 3900. So, ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കുഴപ്പമുണ്ടായത്. You lost 10 marks. സാരമില്ല. So
സോ നമ്മളത് ഇത് അവസാനത്തിൽ നോക്കാം ഓരോരോ ടീമിൻ്റെ ഈ റൗണ്ട് കഴിഞ്ഞിട്ട് എത്ര പോയിൻറ്റ്സാണ് കിട്ടിയത്. ഓക്കെ, നൗ you have to select to the question to this Bharat Mata participants. So what do you select? Name, place or animal? Place. Place. Okay. So in place, my question to the Bharat Mata HSS is, which is the biggest temple in the world? Angkor Wat. Correct answer. Congratulations. It is, that is there was another answer was also there, that is the tie was between Angkor Wat and Narayana Temple, Swami Narayana Temple. Both are considered to be the biggest two temples. Angkor Wat is the correct answer. Bharat Mata HSS children get 20 marks. Congratulations to all the three teams. All the three teams acted very well. So after നമ്മുടെ 4 റൗണ്ട് കഴിഞ്ഞ ശേഷം പോയിന്റ്സ് നമ്മൾ നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് അമൃത വിദ്യാലയം പേരൂർ കൊല്ലമിൻ്റെ 20 points. Well done. They did very well in the last round. മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ തിരുവല്ല കിട്ടിയത് 45 points. They have done very well. And ഭാരത് മാത HSS പാലക്കാട് ടീമിന് കിട്ടിയിരിക്കുന്നത് 115. Congratulations, they are at number 1. All the three teams did very well. So അങ്ങനെ നമ്മുടെ 4 റൗണ്ട്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. AVT presents Asianet Photon Whiskey 2022 പവേർഡ് ബൈ ജോസ് ആലുക്കാസ്. ക്വാർട്ടർ ഫൈനൽ റൗണ്ടിലെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. എന്തിനായാലും ഒരു തീപാറുന്ന മത്സരമായിരുന്നു അല്ലേ സാർ ഇവർ തമ്മിൽ നടന്നത്. എനിക്കിതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നമ്മുടെ ടാബ് സാറിൻ്റെ കൊടുത്തിട്ടുണ്ട്, ക്വിസ് മാസ്റ്ററിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതിൽ പക്ഷേ ലിമിറ്റഡ് ഡിസ്ക്രിപ്ഷനെ ഓരോ ചോദ്യങ്ങളെ പറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ സാറിൻ്റെ മനസ്സിൽ നിന്ന്, സാറിൻ്റെ നോളജിൽ നിന്ന് അതിനെപ്പറ്റി കുട്ടികൾക്ക് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുന്ന കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി സാർ. അപ്പം റീഡിങ് ഹാബിറ്റ്സ് ഒരുപാട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലായി. വായനാശീലം നമ്മൾ കൂട്ടണം. ഇപ്പോൾ സ്കൂളുകളിൽ പോയി കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഏത് ചോദ്യം ചോദിച്ചാലും അവർക്കൊരു തിരിച്ച് മറുപടി പറയാനൊരു പ്രയാസം പോലെ. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, അവർ ഇപ്പോൾ ബുക്ക് വായിക്കുന്നില്ല, ബുക്സ് ആരും വായിക്കുന്നില്ല. എല്ലാ ആളുകളും ഈ മൊബൈൽ ഫോണിൽ കയറി അവരുടെ സോഷ്യൽ മീഡിയയിൽ കളിച്ചു കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ കളിച്ച് പോയാൽ നമുക്ക് ഒരു എക്സാം പോലും നമുക്ക് പാസ്സാകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഏത് പരീക്ഷ എടുത്താലും JEE, നീറ്റ്, ഡോക്ടറാക്കാൻ നീറ്റ് പരീക്ഷ, JEE പരീക്ഷ, IIT പരീക്ഷ, മാനേജ്മെൻറ്റ് പരീക്ഷ, കുറിച്ച് കഴിഞ്ഞിട്ട് UPSCൻ്റെ പരീക്ഷ, 2 കാര്യമേ അവർ ചോദിക്കുകയുള്ളൂ. ജനറൽ നോളജ്, കറണ്ട് ടോപ്പിക്സിൻ്റെ ജനറൽ നോളജും പിന്നെ ഇംഗ്ലീഷും പിന്നെ മലയാളത്തിലുള്ള സംബന്ധിച്ചിട്ടുള്ള സംസാരിക്കാനും എഴുതാനും പിന്നെ വായിക്കാനുള്ള നല്ല കഴിവ്. ആ 2ഉം നമുക്ക് ഇപ്പോൾ സ്കൂളുകളിൽ ഇപ്പോൾ അത്രത്തോളം നമ്മുടെ ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ വായനാശീലം നന്നായാൽ നമുക്ക് രക്ഷപ്പെടാം. ഞാൻ ഒരു 10 ദിവസത്തിൽ ഒരു ബുക്ക് വായിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അതായത് ഒരു 3 മാസത്തിൽ 3 ബുക്ക്. കുട്ടികളുടെ മാഗസീൻസ് ഉണ്ട്. ഇപ്പോൾ ബാലഭൂമി പറഞ്ഞ ഒരു മാഗസീൻ ഞാൻ എൻ്റെ ഒരു എഴുത്ത് എല്ലാ ആഴ്ചയും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളിത് എത്രത്തോളം നിങ്ങൾ ബാലഭൂമി ആരും വായിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ആദ്യം ഇതേ ഒരു പൂമ്പാട്ട ബാലഭൂമി എന്തോ നമ്മുടെ ഈ കുട്ടികൾക്ക് മലയാളത്തിലാണ് എഴുതുന്നത്. ന്യൂസ് പേപ്പറൊക്കെ നിങ്ങൾ ആരും നോക്കുന്ന പോലുമില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ പരാതി. ഒരു കേരള കൗമുദി ന്യൂസ് പേപ്പറിൽ എല്ലാ ആഴ്ച ഒരു എഡിറ്റോറിയലും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 1 വർഷമായി. ഇതുവരെ ഒരു കുട്ടിയും ഞാൻ അത് വായിച്ചിട്ട് സാർ നന്നായിട്ടുണ്ട് അതിന് തിരിച്ചു പറഞ്ഞിട്ടില്ല ആ വിഷമത്തിലിരിക്കുകയാണ്. അപ്പോൾ എന്നാലും ആ എഫേർട്ടിനെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ കൈഡി കൊടുത്തേ പറ്റൂ സാർ. നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിലാണ് സാർ ചെയ്യുന്നത്. അത് ഇതൊക്കെ ബാലഭൂമിയിൽ നിന്ന് എഴുതുക, അല്ലെങ്കിൽ പത്രത്തിൽ എഴുതുക, ഇത് നിങ്ങൾ പോലെയുള്ള പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളൊക്കെ എഴുതുന്നത്. അത് ഇന്ന് നിങ്ങൾ എഴുതിയാൽ ഈ ജനറൽ നോളജിൽ പറയുന്നത് 1 വർഷമോ 6 മാസത്തിൽ കിട്ടാനുള്ള സാധനമല്ല.
അത് ഒരു 5, 6, 7 വർഷം ഒരു വായിച്ച നമ്മുടെ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു, ഇന്ത്യ രാജ്യത്തിൽ എന്ത് സംഭവിക്കുന്നു, ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണ്ടേ? ആ കാര്യങ്ങളാണ് അവർ ചോദ്യങ്ങളിൽ ചോദിക്കുന്നത്. അപ്പോൾ മൈ റിക്വസ്റ്റ് ടു ഓൾ ഓഫ് യു ഈസ് വായനാശീലം കൂട്ടണം. ഈ മൊബൈൽ ഫോണിൻ്റെ ഈ മൊബൈൽ ഫോണിന് നമ്മൾ ഒരു വിടുക, ഇതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഉണ്ടാക്കാൻ പോകുന്നില്ല. വി ആർ ഓൺലി വേസ്റ്റിംഗ് അവർ ടൈം. അതുകൊണ്ടാണ് അപ്പോൾ ഈ ചോദ്യങ്ങളിനെ സംബന്ധിച്ച് പാലക്കാടൊക്കെ ആണെങ്കിൽ പാലക്കാടിലോ നിങ്ങളുടെ സാലിയൻറ്റ് വാല്യൂസിനെ സംബന്ധിച്ചോ ഒക്കെ ഇല്ലെങ്കിൽ മറ്റേ കുറേ പ്രോജക്ട്സ് ഒന്ന് ഡാമിനെ സംബന്ധിച്ചോ നിങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. കൊല്ലമാണെങ്കിൽ റെയർ എർത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു മിനറലാണ് റെയർ എർത്തൊക്കെ. ഇതൊരു ഒരു കൊല്ലം 2000 വർഷം മുമ്പ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് പോർട്ടും കൂടിയായിരുന്നു. അന്നേ ഈ കൊച്ചി കോഴിക്കോടൊക്കെ ഒന്നുമില്ല. കൊച്ചിയൊക്കെ കൊച്ചിന് മുമ്പ് കൊടുങ്ങല്ലൂരായിരുന്നു. നമ്മുടെ വെള്ളപ്പൊക്കെല്ലാം മുഴുവൻ അതൊരു നശിച്ച ശേഷമാണ് അതിൻ്റെ സ്ഥലത്തിൽ കൊച്ചി പോർട്ടായിരുന്നു നമുക്ക് കിട്ടിയത്. തിരുവല്ല ആണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായ ചർച്ച് നമ്മളെ കാണുകയാണെങ്കിൽ നമ്മൾ തിരുവല്ലയിൽ പോകണമെന്ന്. ഇനി അവിടെ കൊണ്ട് ആ ചർച്ച് പോയി കണ്ടായിരുന്നോ? ഫസ്റ്റ് ചർച്ച് ഇൻ ദ വേൾഡ്. അതിന് മുമ്പ് നമ്മുടെ ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ വരുമ്പോൾ അത് ആദ്യത്തെ ചർച്ച് ഉണ്ടാക്കിയത് ഒരു സ്ഥലമാണ്. അത് നമ്മുടെ തിരുവല്ലയിൽ 7 പള്ളികളിൽ പറയുന്നു. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാടിനെ കുറിച്ച് സാറിന് ഇത്രത്തോളം അറിവുണ്ടെന്ന് പറയുമ്പോൾ, എനിക്കിപ്പോൾ നമ്മൾ രാജസ്ഥാൻ നമുക്ക് ക്യാപിറ്റൽ മാത്രം അറിയാം, അല്ലെങ്കിൽ ഇത്ര മാത്രമേ നമുക്കറിയുള്ളൂ. പക്ഷേ ഇത്രത്തോളം അറിവുണ്ടെന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു ചെറിയ നാണെന്ന് തോന്നുന്നു. പക്ഷേ ഗ്രേറ്റ് സാർ. അതായത് ഒരു അതിഥിയായിട്ട് വന്ന് ഇപ്പോൾ നമ്മളെക്കാട്ടി നമ്മുടെ നാടിനെ പറ്റി അറിയും, നമ്മുടെ മണ്ണിൻ്റെ മണം അറിയാവുന്ന ഒരാളായിട്ട് സാറ് വളർന്നിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, സാറിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സൂപ്പർ കോപ്പാണ്, മുൻ DGP ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു വാത്സല്യം തുളുമ്പുന്ന വളരെ ക്ഷമയുള്ളൊരു ക്വിസ് മാസ്റ്റർ ആയിട്ടാണ് അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ പറ്റിയത്. അല്ലേ പങ്കെടുത്ത 3 ടീംസിനും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അതിനുവേണ്ടി നല്ലൊരു കൈയടി സാറിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മുടെ കുട്ടികൾക്കും പ്രേക്ഷകരെടുത്തും അവരുടെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു. ഈ അപ്പുറത്തെ വിദ്യാലയത്തിലുള്ള കുട്ടികളോട് പറയാനുള്ളത്, ഇതൊരു വിഷയമേ ആക്കേണ്ട. നിങ്ങൾ UPSC എക്സാമിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ IAS IPS ഒക്കെ പരീക്ഷയിൽ പാസ്സാവുന്നത് അവരുടെ കോളേജിൽ അവർക്ക് കൂടെ പഠിക്കുന്ന ടോപ്പേഴ്സോ A+ ഗ്രേഡുകാരൊക്കെ ഒരു പക്ഷേ ആയിരിക്കുന്നില്ല. അവരാവുന്നത് ഒരു 45%, 50%, 55%, 60%ലുള്ള കുട്ടികളാണ് അവരുടെ BA BSc BCom ഇല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനിലെ അക്കാഡമിക് മാർക്ക് നോക്കിയാൽ ആ കുട്ടികളാണ് കൂടുതൽ UPSCയിൽ പാസ്സാവുന്നത്. അത് അവിടെ ഗൂഗിളിൽ പോയി ഒക്കെ നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ അവിടെ കുറേ മാർക്സ് കുറഞ്ഞു പോയി. അത് ഇതൊരു ചർച്ചാ വിഷയമേ ആക്കേണ്ട. അടുത്ത പ്രാവശ്യം നിങ്ങൾ വീണ്ടും വരണം, ഉഷാറായിട്ട് കുറേ നല്ല തയ്യാറെടുപ്പ് കൊണ്ട് നിങ്ങൾ ജയിച്ചിരിക്കും. താങ്ക് യു സർ. ലവ്ലി വേർഡ്സ്. അപ്പോൾ കുട്ടികളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സർ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീർക്കുകയാണ്. അടുത്ത ക്വാർട്ടർ ഫൈനൽ എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. സോ ദിസ് വാസ് AVT presents Asianet Photon Whiskid 2022 powered by Joe's Alucas. Thank you so much. ACV മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ.